അതുപോലെ ഇത് കണ്ട, ഇതൊരു 100 ലിറ്ററിന്റെ ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ്. ഇതൊരു 5 വർഷത്തിൽ കൂടുതൽ പ്രായമായ ഒരു ഡ്രാഗണിന്റെ ഒരു പഴച്ചെടിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടല്ലേ, ഇതുപോലെ നമുക്ക് ബുഷായി കിട്ടും. ഇതിന്റെ മുകളിലുള്ള ഇത് കണ്ട, മുട്ടുകൾ കണ്ട, ഇത് ഇന്ന് വിരിയാനിരിക്കുന്ന പൂവുകളാണ്. അതുപോലെ മുട്ടുകളായിട്ട് കണ്ട, ഇതാ താഴെ ഭാഗത്തൊക്കെ പൂവുകളായിട്ടുണ്ട്, അതുപോലെ കായ്കളായിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഡ്രമ്മിൽ കാണുന്നതാണ്. ഇതാ പച്ചക്കായ്കൾ ഇവിടെ. ഇതാണ് 30 ദിവസമാണ് നമുക്കൊരു പഴം ആയി വരുന്നൊരു സമയം. ഇതിൻ്റെ മുകളിൽ അത്രയും മുട്ടുകളുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ ഭാഗത്തും ഇതാ ചുറ്റോടും ഇതിൻ്റെ മുട്ടുകളുണ്ട്. കണ്ടില്ലേ, നമുക്കൊരു വർഷം നമുക്കൊരു 30-35 കിലോയോളം നമുക്കൊരു ഡ്രമ്മിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത കൂടി നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിനുണ്ട്. ഇത് നമ്മുടെ ഈ GI പൈപ്പിൽ സെറ്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പഴച്ചെടി ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ വേണമെങ്കിൽ സെയിലിന് ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ്. നമുക്ക് PVC പൈപ്പിൽ ഇതുപോലെ സെറ്റ് ചെയ്തത് നമുക്ക് ട്രാൻസ്പോർട്ടേഷന് നടക്കില്ല. നമ്മളൊരു വാഹനത്തിൽ കയറ്റിയിട്ട് ഇറക്കി കൊടുക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ PVC പൈപ്പിൽ നമ്മൾ കമ്പി കുത്തി കയറ്റിയിട്ടാണ് നമ്മളങ്ങനെ വെക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഉറപ്പിൽ ചെയ്യുന്നതാണ്. നമുക്ക് ഏത് ഭാഗത്തേക്കും നമുക്ക് വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വേര് പിടിപ്പിച്ച തൈകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സാപ്പ് നമ്പറാണ്. ഒരു വേര് പിടിപ്പിച്ച തൈകൾക്ക് വരുന്നത് 100 രൂപയാണ് ചാർജ് വരുന്നത്. കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ്. അതുപോലെ എങ്ങനെയാണ് ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈ ഒരു ചട്ടിയിലോ ഡ്രമ്മിലോ സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ വളപ്രയോഗം എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ പരിചരണം എന്നുള്ള ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിൽ. ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്.